വരയുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് വരയ്ക്കുന്ന ഒരു റണ്ണിങ് ഡിസൈനാണ്. മ്യൂറൽ ചിത്രങ്ങളിൽ പക്ഷിമാല, മൃഗമാല എന്നൊക്കെ പറഞ്ഞ് റണ്ണിങ് ഡിസൈനുകൾ കാണാറുണ്ട്. അതേ രൂപത്തിൽ അതേ രീതിയിലൊരു മത്സ്യമാലയാണ് ഞാനിവിടെ വരയ്ക്കുന്നത്. അത് അളവിട്ട് വരയ്ക്കാൻ വേണ്ടിയിട്ട് സ്കെയിലിൻ്റെ വീതിയിൽ 2 വര വരച്ചിട്ടുണ്ട്. അതിനെ പിന്നീട് അതേ വീതിയിൽ തന്നെ അതേ അളവിൽ തന്നെ കള്ളികളായിട്ട് തിരിച്ചിട്ടുണ്ട്, കളങ്ങളായിട്ട് സമചതുരങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ 2 സമചതുരം ചേരുന്ന ഭാഗത്തിലാണ് മത്സ്യത്തിൻ്റെ ഉടൽ വരുന്നത്. ആ രൂപത്തിലാണ് വരച്ചിരിക്കുന്നത്. ഒരു മത്സ്യം വരച്ച് അത് പൂർത്തിയാക്കുമ്പോൾ അതിൻ്റെ വാലിൻ്റെ ഭാഗത്തേക്ക് കടന്നു നിൽക്കുന്ന രീതിയിലാണ് അടുത്ത മത്സ്യത്തിൻ്റെ ശിരസ് വരച്ചിരിക്കുന്നത്. അങ്ങനെ വരച്ച ശേഷം ആ മത്സ്യത്തിൻ്റെ ശിരസും ആദ്യത്തെ മത്സ്യത്തിൻ്റെ വാലും തമ്മിൽ നന്നായി തിരിച്ച് കാണാൻ വേണ്ടി കുറച്ച് വരകൾ കൊടുത്തുകൊണ്ട് ആ വാലിൻ്റെ ഭാഗം ഒന്ന് കറുപ്പിക്കുന്നുണ്ട്. അടുപ്പിച്ചടുപ്പിച്ച് വരകൾ കൊടുത്തുകൊണ്ട് വാൽ ഭാഗം വരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് മുകളിലേക്ക് കടന്നു നിൽക്കുന്ന രീതിയിൽ മത്സ്യത്തിൻ്റെ തല കാണാം. മത്സ്യത്തിൻ്റെ രൂപമൊക്കെ മ്യൂറൽ ചിത്രങ്ങളിലോ അല്ലെങ്കിൽ ഡിസൈൻ്റെ ഭാഗമായിട്ടോ ഒക്കെ വരയ്ക്കുമ്പം പൂർണ്ണമായിട്ടൊരു റിയലിസ്റ്റിക് രീതി ആരും സ്വീകരിക്കാറില്ല. പകരം ഏകദേശ രൂപം സ്വീകരിച്ചിട്ട് അതിനെ വരയ്ക്കുന്ന കലാകാരൻ്റെ താല്പര്യം അനുസരിച്ച് അല്ലെ മനോധർമ്മം അനുസരിച്ച് ശൈലീകൃതമാക്കി മാറ്റുകയാണ് ചെയ്യുക. അങ്ങനെ ഡിസൈനുകളിൽ കാണുന്ന രൂപങ്ങൾ പക്ഷികളാണെങ്കിലും മൃഗങ്ങളാണെങ്കിലുമൊക്കെ ശൈലീകൃത രൂപങ്ങളാണ്. ഇവിടെ വാൽ ആ രൂപത്തിൽ വരച്ച് പൂർത്തിയാക്കുന്നു. അതിനുശേഷം മത്സ്യത്തിൻ്റെ തല അതിലേക്ക് കടന്നു നിൽക്കുന്ന ഭാഗത്ത് അവിടെ ആ ഒരു കോൺട്രാസ്റ്റിന് വേണ്ടിയിട്ട് വെള്ളയായിട്ട് തന്നെ ഇടുന്നു. അവിടെ പ്രത്യേകിച്ച് ഡിസൈനൊന്നും ചെയ്യുന്നില്ല. മത്സ്യത്തിൻ്റെ കണ്ണ് ആ ഒരു വള്ളിയുടെ രൂപത്തിൽ 2 അലങ്കാരങ്ങൾ പോലെ ചിറകോ കൊമ്പോ ഒക്കെ പറയാവുന്ന ഭാഗം വരച്ചിട്ടുണ്ട്. അതിന് ശേഷം ആ തല അവിടെ ഡിസൈൻ കൊടുക്കാതെ ഇട്ടുകൊണ്ട് അതിന് പിന്നിലേക്ക് ചെതുമ്പലുകൾ വരച്ച് ചേർക്കുകയാണ്. ഉടൽ മുഴുവനായിട്ട് ചെതുമ്പൽ വരയ്ക്കുന്നില്ല. ആ വാല് ഇരുണ്ട നിറത്തിലേക്ക് വന്നിരിക്കുന്നത് കൊണ്ട് ഒരു പകുതി ഭാഗം വരെ വരച്ച് ചെതുമ്പലുകൾ അവിടെ നിർത്തുകയാണ്. ഇത്തരം ഡിസൈനുകൾ വരച്ച് പ്രാക്ടീസ് ചെയ്യുന്നത് കൈത്തഴക്കത്തിന് നല്ലതാണ്. ഇങ്ങനെയുള്ള ഡിസൈനുകൾ വരച്ച് പഠിക്കണമെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. ഞാൻ തുടർച്ചയായിട്ട് 2 വീഡിയോകൾ റണ്ണിങ് ഡിസൈനിലുള്ളത് ഇട്ടിട്ടുണ്ട്. അതുപോലെ ഇനി ഏതാനും വീഡിയോകൾ കൂടി ഇടുന്നുണ്ട്.